അതിനുള്ള തെളിവെന്താ? അത് ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യ. നിങ്ങൾ ഞങ്ങളോട് പറയാം, ഞങ്ങൾ അവതരിപ്പിക്കുന്നതിന് തെളിവ് എവിടെ? കിതാബ് ഇങ്ങനെ എടുത്ത് വലിച്ചിട്ട് തരും നിങ്ങളുടെ മുമ്പിൽ, പേജ് നമ്പർ അടക്കം പറഞ്ഞു തരും. മനസ്സിലായോ? അധ്യായ നമ്പർ, വചന നമ്പർ, പേജ് നമ്പർ, പുസ്തക നമ്പർ, ഓദർ, അത് പ്രസിദ്ധീകരിച്ച സ്ഥലം ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് പരിശോധിക്കാം. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ പറ്റിച്ചിട്ടൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ നോക്കേ, നബിദിനം കഴിച്ചിട്ടുള്ള ഒരു വരുമാനം ഞങ്ങളെ കീശയിലെത്തുവോ? നിങ്ങൾ പറ, ഇല്ല. ആണ്ട് കഴിച്ചിട്ടുള്ള ഒരു ചോറ് ഞങ്ങളെ പള്ളയിലെത്തുവോ? ആണ്ടിന്റെ രൂപ ഞങ്ങളുടെ കീശയിലെത്തുവോ? രണ്ടുമില്ല. ഏത് കാര്യത്തിലാണ് ഒരു മുജാഹിദ് പ്രബോധകൻ ആരാന്റെ പണം കീശയിലെത്തുക? ഒരു കാര്യത്തിലുമില്ല. പിന്നെ എന്തിനു ഞങ്ങൾ നിങ്ങളെ ചതിക്കണം? ജനങ്ങൾക്ക് ദീനല്ലാത്ത പറഞ്ഞു കൊടുത്തോലെ പറ്റിച്ച് ചതിക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണ്ടേ? ദുനിയാവിന് ഉദ്ദേശമല്ല, ആഖിറത്തിന് ഉദ്ദേശമല്ലാത്ത മടയനല്ലടോ. നിങ്ങൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഞങ്ങൾ പിഴപ്പിക്കുന്നവരാണെങ്കിൽ അതിന് ഖുർആൻ ഒരു മാനദണ്ഡം പറഞ്ഞു. അങ്ങനെ പിഴപ്പിക്കുന്നവർക്ക് ഒരു ദുർഗുണം ഉണ്ടാവും. അത് അല്ലാഹ് പറയാണ്. അതെന്താ? യൗകുലൂന അംവാലന്നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഇത് ആർക്കുള്ളത് നിങ്ങൾ പരിശോധിക്കുക. എന്താ അല്ലാഹ് പറഞ്ഞേ? 9-ാം അധ്യായം 34-ാമത്തെ വചനം അനുസരിച്ച് വായിക്കണം. യൗകുലൂന, അതെന്നെ ആരെ പറ്റിയാ പറഞ്ഞ്? അതൂടെ കേട്ടോളൂ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയൗകുലൂന അംവാലന്നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഭൂരിപക്ഷം ആളുകൾ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. അന്യായമായി തിന്നണമെങ്കിൽ അള്ളാന്റെ മാർഗത്തു നിന്ന് ആ ജനങ്ങളെ തെറ്റിക്കണം. അള്ളാഹ് പഠിപ്പിച്ച റൂട്ടിലൂടെ ഒരു ജനതയെ നയിച്ച ആ ജനങ്ങൾ തിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടൂല, അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കണേ, ഈ ആയത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് എന്ത് ചടങ്ങ് നടന്നാലും പോക്കറ്റ് പൈസ വരുന്ന വിഭാഗാരാ? ഞങ്ങളാ? സെൽഫികളാ? മുജാഹിദുകളാ? അല്ല, ഞങ്ങളെ എതിർക്കുന്ന ഉസ്താദുമാരെന്ന് പറയുന്ന ആളുകളാണ്. ആരാ? ബുദ്ധിയുള്ളവർ. ഇതിന് പഠിക്കൊന്നും വേണ്ട, ശരാശരി ഒരു പൗരനായാ മതി. ഒന്നാലോചിച്ചേ, എന്തൊരു ചടങ്ങ് നടന്നാലും ആർക്കാ പണവും ഭക്ഷണവും? ഞങ്ങൾക്കാ? അല്ല. എന്തൊരു ബാപ്പ മരിച്ചു, 3-ന്റെ അന്ന് കണ്ണു ചാവടി, എന്തിനും 15, 17, 40 ആണ്ട് എന്തിനും പണം വരുന്ന ഏക ഏർപ്പാട് ആർക്കാള്? അള്ളാന്റെ മാർഗത്തുനിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതുമാരാ? ഞങ്ങളാ. ഞങ്ങൾ നിങ്ങളോട് പറയണ എന്താ? അള്ളാനെ വിട്ടുപോയിക്കോളിന, അള്ളാനെ മാത്രം പിടിച്ചോളി ഇബാദത്തിന്റെ കാര്യത്തിൽ. ഞങ്ങളുടെ വാദം എന്താ? പടച്ചവനിലേക്ക് നിങ്ങൾ അഭയം പ്രാപിക്കും, പടച്ചവനോട് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, പടച്ചവനോട് മാത്രം നിങ്ങൾ ദുആ ഇറക്കൂ, പടച്ചവന്റെ മുമ്പിൽ മാത്രം നിങ്ങൾ നേർച്ച നേരും. എന്താ അതിനോടുള്ള വിയോജിപ്പ്? എന്താണ് അതിനോടുള്ള വിയോജിപ്പ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചനം നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെന്നറിയോ? അള്ളാനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ ഒരു വിഭാഗം ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവും, അവരാകെ വയലന്റ് ആവും. അല്ലാഹ് പറയാണ്, എന്നാൽ വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. ഈ ഒരൊറ്റ ആയത്ത് മതി ഇവിടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മുജാഹിദുകൾ എന്താ പറയുന്നത് മനസ്സിലാക്കാൻ. ഈ ഒരൊറ്റ ആയത്ത് റബ്ബിന്റെ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വാചകം മനസ്സിരുത്തി വായിക്കും മുസൽമാനെ. അതിലെന്താ പറയുന്നത്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അവരോട് പറഞ്ഞ അവർക്ക് ചൂടാവും, ഒരു ദേഷ്യം പിടിക്കും, ഒരു സ്റ്റേജ് കയ്യേറും, ബഹളുണ്ടാക്കും, കൂക്ക് വിളിക്കും, കലാപുണ്ടാക്കും, ഒക്കെ ഒരു ചെയ്യും. എന്നാൽ വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെ മൊയ്തീൻ ഷൈഖിനെ വിളിക്കാന്നൊന്ന് പറഞ്ഞു നോക്കിയേ, മമ്പർ ഞങ്ങളെ വിളിക്കാന്നൊന്ന് പറഞ്ഞു നോക്കിയേ, ഇബ്രാഹിം നബിയെ വിളിക്കാന്നൊന്ന് പറഞ്ഞു നോക്കിയേ, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. അള്ളാഹ്ക്ക് പുറമെ വേറൊരു മഹാനെ വിളിക്കാം എന്ന് പ്രസംഗിക്കുന്നവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. ഇതെന്റെ വകയല്ല, എനിക്കിതിൽ മായം ചേർക്കാൻ വയ്യ, അള്ളാന്റെ ഗ്രന്ഥത്തിലുള്ളതാ. വായിക്കൂ. അങ്ങനെയല്ല അതിന്റെ അർത്ഥമെങ്കിൽ പറയൂ. അള്ളാന്റെ ഗ്രന്ഥത്തിൽ അല്ല പറയണെന്ത്? അള്ളാന്റെ കൂടെ മറ്റൊരാളെ പ്രസ്താവിച്ചാൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആനിക വചനത്തിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉടല്ലേ? ഏത്? അള്ളാന്റെ കൂടെ നിങ്ങൾക്ക് മൊയ്തീൻ ഷൈഖിനെ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ വിളിക്കാമെന്ന് അള്ളാഹിൽ പറഞ്ഞു? ഇല്ല. അള്ളാനെ മാത്രമായി പറഞ്ഞാൽ കോപാകുലമാവുന്ന. നേരെ മറിച്ച് നമ്മുടെ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ?